ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്, പ്രൈസ് ലോർഡ്. നിങ്ങൾ ശ്രവിക്കുന്നു ജീവൻ്റെ അപ്പം. ഫാദർ യോർ കിങ്ഡം കം, അതാണ് യേശു പഠിപ്പിച്ച പ്രാർത്ഥന. മത്തായിയുടെ സുവിശേഷം 6-ാം അധ്യായം 10-ാം വാക്യത്തിൽ അതാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത്. എന്ത് ഇമ്പോർട്ടൻ്റ് ആണ് ദൈവത്തിൻ്റെ രാജ്യം. ഗോഡ്സ് കിങ്ഡം ഈസ് വെരി ഇമ്പോർട്ടൻറ്റ്. സാറ്റൻസ് കിങ്ഡം ഷുഡ് ബി ഡിസ്ട്രോയിഡ്. അതാണ് നമ്മൾ കേൾക്കുന്നത്. സാത്താൻ ആദ്യം തുടങ്ങി ആദാമിനും അവയ്ക്കും കൊടുത്ത എല്ലാ അധികാരവും പിടിച്ച് മേടിച്ച് അല്ലേ ഈ ലോകത്തിലെ രാജ്യങ്ങളെല്ലാം മടക്കി ഭരിക്കാൻ നോക്കിയാണ്. പക്ഷേ യേശു കുരിശിൽ സാത്താൻ്റെ തലയെ തകർത്ത് ഇപ്പോൾ സാത്താൻ്റെ അധികാരമെല്ലാം നമുക്ക് തന്നിരിക്കുകയാണ്. ഇഫ് യു ബിലീവ് ഇൻ ജീസസ് ആൻഡ് ഇഫ് യു നോ യുവർ പവർ, യുവർ അതോറിറ്റി, യുവർ ഐഡൻറ്റിറ്റി ഇൻ ക്രൈസ്റ്റ് ജീസസ്, then you can have authority over Satan and you can rule over all the kingdoms of this world also. Now, amen. So yesterday we read that John chapter 18:36. Jesus said, my kingdom is not of this world. എൻ്റെ രാജ്യം ഐതിഹ്യമല്ല, എൻ്റെ രാജ്യം ഈ ലോകത്തിൻ്റെ രാജ്യമല്ല. ഞാൻ വേറൊരു രാജ്യത്തിൽ നിന്നാണ് വന്നത്, സ്പിരിച്വൽ കിങ്ഡം. ഞാൻ സ്വർഗത്തിലെ രാജ്യമാണ് ഞാൻ സംസാരിക്കുന്ന യേശു പറഞ്ഞത്. ഈ രാജ്യമെല്ലാം സാത്താൻ്റെ പിടിയിലാണ്. പക്ഷേ സാത്താൻ്റെ പിടിയിൽ നിന്ന് നമ്മൾ അതെല്ലാം ഡിസ്ട്രോയ് ചെയ്ത് യേശു വന്ന് ഈ ലോകത്തിലെ എല്ലാ രാജ്യങ്ങളും നശിപ്പിച്ച് സ്വന്തം ഒരു സ്പിരിച്വൽ കിങ്ഡം, ആത്മീയ രാജ്യം, ദൈവരാജ്യം സ്ഥാപിക്കാൻ പോകുന്നു വെരി സൂൺ. അതാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇന്ന് നമുക്ക് 1 യോഹന്നാൻ 3:8, 1 John chapter 3:8. It says that പാപം ചെയ്യുന്നവൻ പിശാചിൻ്റെ മകൻ ആകുന്നു. പിശാച് ആദ്യം മുതൽ പാപം ചെയ്യുന്നുവല്ലോ. പിശാചിൻ്റെ പ്രവൃത്തികളെ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ജീസസ് came to destroy the works of the devil. Why did Jesus come? Jesus came to destroy Satan's work. നമ്മൾ കണ്ടല്ലോ, ആദാം ചെയ്ത പാപം മൂലം എല്ലാം നമുക്ക് നഷ്ടമായി. അതെല്ലാം തിരിച്ചു തരാൻ വേണ്ടി സാത്താൻ്റെ എല്ലാ പ്രവൃത്തികളും, ഈ ദുഷ്ടപ്രവൃത്തികളും നമ്മൾ ലോകത്തിൽ കാണുന്ന എല്ലാം സാത്താനിൽ നിന്ന് വരുന്നതാണ്. സാത്താനാണ് എല്ലാ പ്രോബ്ലം കൊണ്ടുവരുന്നത്. നിങ്ങളുടെ വീട്ടിൽ വഴക്കുണ്ടെങ്കിൽ അത് സാത്താനാണ്, പാപമുണ്ടെങ്കിൽ അത് സാത്താനാണ്, രോഗമുണ്ടെങ്കിൽ സാത്താനാണ്. ഇതെല്ലാം കേഴ്സ്, ശാപമുണ്ടല്ലോ, രോഗത്തിൽ നടക്കുന്ന എല്ലാ ഭീഷണികളും ഇതെല്ലാം സാത്താൻ കൊണ്ടുവരുന്നതാണ്. ആ പിശാചിൻ്റെ എല്ലാ പ്രവൃത്തികളെയും ദുഷ്ടപ്രവൃത്തികളെ അഴിപ്പാൻ വേണ്ടിയാണ് ദൈവപുത്രൻ യേശു ക്രിസ്തു ആ സ്വർഗസിംഹാസനം വിട്ട് ലോകത്തിലേക്ക് വന്നത് എന്ന് കൃത്യമായിട്ട് പറയുന്നുണ്ട്. പാപം ചെയ്യുന്നവനെല്ലാം പിശാചിൻ്റെ മകനാകുന്നു അല്ലേ. നിങ്ങൾ പാപം ചെയ്ത് പാപത്തെ ജീവിച്ചാൽ നിങ്ങൾ പിശാചിൻ്റെ മക്കളാണ്. നുണ പറയുന്നവൻ പിശാച് ഈസ് എ ലയർ അല്ലേ. പിശാചിൻ്റെ മക്കളാണ് നുണ പറയുന്നവർ, കള്ളത്തരം ചെയ്യുന്നവർ, മോഷ്ടിക്കുന്നവർ പിശാചിൻ്റെ മക്കളാണ്. എന്തുകൊണ്ടാൽ